വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ നവരാത്രി, ഹരിയാന വീട്ടിലെ നവരാത്രി. ഞാൻ എല്ലാ വർഷവും ഇടുന്ന ആഘോഷങ്ങളൊക്കെ പോലെ തന്നെ എങ്കിലും ഒരു സ്പെഷ്യൽ ആട്ടോ ഇവിടെ നവരാത്രി ദീപാവലി ടൈം എന്ന് പറയുന്നത്. ദീപാവലിന് വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മിക്ക ദിവസവും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ, ഈ ഖീർ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരും. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നത്, നമ്മുടെ അങ്കുവിൻ്റെ ട്യൂഷൻ ടീച്ചറില്ലേ, പുള്ളിക്കാരിയുടെ മോള്. രാവിലെ ഞങ്ങൾ കണ്ണ് തുറന്ന് കണ്ടതേ പുള്ളിക്കാരിയുടെ മോളെയാണ്. കാരണം അവർ പൂജയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഖീർ കൊണ്ടുവന്നു. നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ഖീർ. അങ്കുവിൻ്റെ ഒക്കെ അച്ഛനും മോനും രാവിലെ കുളിച്ചതേ ബുക്ക് എടുക്കാൻ നിൽക്കുകയാണ്. ബുക്ക് വിളക്കിന് മുന്നേ പൂജ വെച്ചിട്ടുണ്ടായിരുന്നേ, അതപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ ബ്ലോഗിൽ കാണിച്ചിരുന്നു, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിക്കുന്ന ഒരു പ്ലാനാണ്. അപ്പം ചില വിശേഷ ദിവസങ്ങളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുമെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പം രാവിലെ മസാല ഉപ്മാവാണ് ഉണ്ടാക്കിയത്. സിമ്പിളാണ്, ഹെൽത്തിയാണ്. കുറച്ച് കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കേട്ടോ, ഉഴുതുപരിപ്പും ഒക്കെ ഉണ്ട്. അപ്പം അവർക്കും അത് തന്നെയാണ് ഞാൻ കൊടുത്തത്. ഹെൽത്തി തന്നെയല്ലേ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഉപ്മാവ്. ഇതോ അല്ല എന്തെങ്കിലൊക്കെ പറയുന്നത് ഇതെന്താ? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അമ്പലത്തിലൊന്നും പൂജ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അങ്ങനെയുള്ളൊരു കസ്റ്റവും കാര്യമൊന്നും ഒന്നും അല്ല, ഒത്തിരി വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നമ്മുടെ വിളക്കിന് മുന്നേ പൂജ വെച്ചു, അത്ര തന്നെ. അപ്പോൾ അത് എടുത്തതിന് ശേഷം രണ്ടുപേരും കൂടെ നമുക്ക് എഴുതണമെന്നുണ്ടല്ലോ. രാക്കയും കുറച്ച് പഠിത്തവും കാര്യങ്ങളും എക്സാംസും ഒക്കെ രാക്കയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് രാക്കയുടെ ബുക്ക് പൂജ വെച്ചത്. അപ്പോൾ അങ്കൂന് നമ്മുടെ ഹരിശ്രീ എഴുതണമല്ലോ. അപ്പോൾ അത് അവന് കുറച്ചറിയാം. ഫോണിൽ യൂട്യൂബ് നോക്കിയിട്ട് രാക്കയെ ചോദിക്കും അക്ഷരങ്ങൾ, പോയി എഴുതാൻ വേണ്ടി ഓരോ അക്ഷരങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എഴുതട്ടെ എന്ന് വെച്ചിട്ടേ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നേരെ കാണിക്ക, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കടാ. ഇവിടെ കൊന്നപ്പൂന്റെ സീസൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറേ കൊന്നപ്പൂ ഉണ്ട്. അപ്പോൾ വലിയൊരു കുപ്പ അവൻ കൊണ്ടുവന്നേക്കെ വിളക്കിന്റെ മുന്നിൽ വെക്കാൻ. പിന്നെ കുറേ പടക്കമൊക്കെ ശർമാജിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതേ കുറച്ച് പഴവും വെച്ചു. നമ്മുടെ കണിക്കൊന്നയും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വിളക്കിന് മുന്നിൽ. വലിയ അലങ്കാരമൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട്. അപ്പം ലഞ്ച് ഞാൻ ഇന്ന് നമ്മുടെ വീടുകളിൽ ഇവിടെ ഫുഡ് കൊടുക്കുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഡബ്ബ സർവീസ്, അത് തന്നെ. അപ്പോൾ 2 ഡബ്ബ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഴിക്കുന്നില്ല. ഞാൻ ഈ പഴവും ഒരു ആപ്പിളും ഇടയ്ക്ക്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം ഞാൻ ഡയറ്റിൻ്റെ വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇനിയും ഫുഡിൻ്റെ ബ്ലോഗായിട്ട് ഇട്ട് തരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഈ വന്ന ലഞ്ചിൽ നിന്ന് കുറച്ച് കഴിക്കുന്നുണ്ട്. 2 റൊട്ടിയും കുറച്ച് എല്ലാം കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ സൂചി ഹൽവയും നെയ്യിൽ വരട്ടി ജീര റൈസ് പോലെ ഉണ്ടാക്കിയതും ദാലും മട്ട പനീറും റൊട്ടിയും, ഇതായിരുന്നു. 2 ഡബ്ബയെ വാങ്ങിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കൺട്രോളാണ്. അപ്പോൾ സംഭവം ദേ ഇതാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഇത് മതി. ശരിക്കും ഞാൻ സാമ്പാറും എന്തെങ്കിലും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടിരുന്നതാണ്. പിന്നെ ഇവിടെ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ഇത് കണ്ടു. ഞാൻ മെനു കണ്ടിട്ട് പിന്നെ ഇത് തന്നെ അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. രാവിലെ ഉപ്മാവ് കഴിച്ചുകൊണ്ട് വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല. അതൊരു മസാല ഉപ്മാവ് അല്ല, എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞത് റെസിപ്പിയാണ്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ നോർമൽ ഉപ്മാവിനെ കട്ടി അതാണല്ലോ നല്ലത്, വേറെ കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട, പഴമൊക്കെ ഇടയ്ക്ക് കഴിക്കാമല്ലോ വെച്ചു. പിന്നെ അതങ്ങ് കഴിച്ചു. ഈ പ്രാവശ്യം 10 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നവരാത്രി. സാധാരണ 9 അല്ലേ, ഈ പ്രാവശ്യം 10 ദിവസം. അത് ഇങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ദസറ 11-ാം ദിവസമായിരുന്നു. അപ്പോൾ ഇത് ഈ കുറച്ച് സാധനങ്ങൾ ഞാൻ ശർമാജിയുടെ കടയിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു, പഴമൊക്കെ. അതൊന്നിട്ട് വയ്ക്കട്ടെ. ഇത് നമ്മുടെ രാവണനെ കത്തിക്കുന്ന ചടങ്ങാട്ടോ. ഇവിടെ ഇപ്പം നേരത്തെ സന്ധ്യയാവും. അപ്പോൾ 6:30-7 മണിക്ക് ഇടയ്ക്ക് തന്നെ നമ്മുടെ രാവണനെ കത്തിച്ചു. ശബ്ദം ഈ പടക്കം കെട്ടിയിട്ടാണ് ഞങ്ങൾ പുറത്ത് ഓടി വന്നത്. പുറത്തല്ല, ശരിക്കും നമ്മുടെ റൂമിൽ നിന്നാൽ കാണാൻ പറ്റും. അങ്കു ദേ ജനലിൽ കൂടെ നോക്കുക, നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി ഇന്ന് രാക്കിയെ നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ടൈമിങ്. മെസ്സേജ് വന്ന് കാണാൻ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി എടുത്തേനെ. അങ്കു എന്നും വാങ്ങുന്ന പടക്കമായിരുന്നു കേട്ടോ. അത് ഇത് ഏറ് പടക്കം പോലെ പൊട്ടാസെന്ന് നമ്മുടെ നാട്ടിൽ പറയത്തില്ല, അതിൻ്റെ വേറൊരു വകഭേദമാണിത്. ഇവൻ വലിയൊരു ഓലപ്പടക്കമൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചെന്നേ. ഞാനത് പിന്നെ അറിഞ്ഞത്. ഞാൻ പിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇവനാണെങ്കിൽ ഒരു ലൈസൻസ് ഇല്ല കേട്ടോ ഇതൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയാൽ. അല്ലേ അവിടെ കാണിച്ചോ, അവിടെ പിന്നെ അവന് ഞാൻ കുറച്ച് മധുരത്തിൽ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കി വെച്ചു. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ വേണ്ടേ. അപ്പം മധുരത്തിൽ കസ്റ്റേർഡ്, ആപ്പിളൊക്കെ കുറച്ച് പഴമൊക്കെ അരിഞ്ഞ് അതാണ് ഇതേ ആശാൻ കഴിക്കുന്നത്. ശർമ്മയുടെ കടയിൽ പോവുക, പടക്കം വാങ്ങിക്കുക, പൊട്ടിക്കുക, ഇത് തന്നെയാണ് ഇവൻ്റെ ഒരു ഹോബി ഇപ്പോൾ കേട്ടോ. അപ്പം ഞാനതൊക്കെ നിർത്തിയിട്ട് ഈ കുഞ്ഞു പടക്കമാക്കി മാറ്റിയതാ. ഡിന്നറ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, ഈ ഉത്സവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വാങ്ങാൻ ഒരു ടെൻഡൻസി വരുന്നു, സത്യം കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കുറേ അധികം നമ്മുടെ ഫുഡ് കോർട്ടിലുണ്ടായിരുന്നു. ഞാൻ
ഇഡ്ഡലിയാ ഇത്. ഇഡ്ഡലിയുടെ മസാല ഇഡ്ഡലി, പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലി അവരെന്തോ ചെയ്ത് വറുത്തിടുന്നത്, അതിൻ്റെ കൂടെ ചട്നി. ഞാൻ അതാ വാങ്ങിച്ച കൺട്രോൾ ചെയ്ത്. എനിക്കിത് വലിയ ഇഷ്ടമല്ല എങ്കിലും ഞാനിത് കടിച്ചു പിടിച്ച് ഇതാണ് വാങ്ങിച്ചത്. പിന്നെ അവർ സമൂസയും സാബുദാന വടയും എന്നൊക്കെ പറയും ചവരിയുടെ. ഞാനത് ഓരോന്ന് കഴിച്ചു. പിന്നെ റൊട്ടി കഴിക്കാൻ പോയില്ല, അവർ പനീറും റൊട്ടിയും വാങ്ങിച്ചു. അവർ രണ്ടുപേരും അത് കഴിച്ചു. ഞാൻ കുറച്ച് എടുത്ത് എനിക്ക് കൺട്രോൾ ഒട്ടും പറ്റിയില്ല, ഞാനതങ്ങനെ കഴിച്ചു. നമ്മുടെ ദേവീനെ തിരിച്ച് ഒഴുക്കുകയാണ്. കൊണ്ടുവരുന്നത് മൂടിക്കൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് അത് ഈ പ്രാവശ്യം 10 ദിവസം വെച്ചിട്ട് പിന്നെ ഇന്ന് 11ാം ദസറയുടെ അന്നാണ് തിരിച്ച് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്ക് കളയുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതേ പടക്കം പൊട്ടിക്കുന്നുണ്ടോ. അങ്കുനെ ഞാൻ പുറത്തോട്ട് ഇറക്കിയില്ല അത് കാരണം നമുക്കറിയാൻ പറ്റത്തില്ല പടക്കം നമ്മുടെ ജനലിൽ കൂടെയാണ്. അപ്പം നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ട്. കാരണം ഈ സൈഡിൽ കൂടെ വന്ന് നമ്മുടെ ആ ഒരു വളവിൻ്റെ ആ ജംഗ്ഷൻ്റെ അവിടെ കുറേ നേരം നിന്ന് എന്നിട്ട് നേരെ പോയി പിന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പം ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ട്. ഞാനിത് വരുന്നത് കണ്ടിട്ട് ഇനി ഇങ്ങോട്ട് പോകാമല്ലോ എന്ന് വെച്ചു. കുറച്ചധികം മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ കുറേ സിന്ദൂരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി എറിയും. സിന്ദൂരം അല്ല, അത് ശരിക്കും ഒരു സ്ഥലത്തിലെ പൊടിയാണ്. നമ്മുടെ ഹോളിയുടെ പോലെ അലർജി വരും. അപ്പോൾ ഞാൻ ബാൽക്കണി അടച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ആളുകളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സിന്ദൂരം എറിയുന്ന ഈ രീതിയിൽ നമ്മളുടെ ദേഹത്ത് കയറി. അവർക്ക് എനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ കേൾക്കുമെന്ന് തോന്നി. ഇവിടെ ഇവരുടെ ഒരു ഉത്സവത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവരെല്ലാം അൺകൺട്രോളബിൾ ആണ്. ആരാ എന്താ ഒന്നും നോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്കുനെയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് വിടാത്തത്. കാരണം ഇവനും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അങ്ങ് ഓവറാകുമേ. കണ്ടോ, എല്ലാവരും അങ്ങനെ ഒരു മൂഡാണ്. ഇവർ പുറത്ത് പോകുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. എനിക്കെന്തോ ഒരു പേടിയാ സത്യം പറഞ്ഞാൽ. അത് ഞാൻ കുറച്ചധികം മാറി നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ എടുക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നത്. അത് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇവർ ഒത്തിരി അങ്ങ് ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വലിയ ആഘോഷമൊന്നുമില്ല. പറഞ്ഞ ആളുകൾ കുറച്ചുകൂടെ മനസ്സിലാവും സിന്ദൂരം എറിഞ്ഞ അലർജിയാണ്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ പോയി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ദേവീനെ തിരിച്ച് ഒഴുക്കാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ നവരാത്രിയും കഴിഞ്ഞു. നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ ദേവി ഇതായിരുന്നു കണ്ടോ. ഈ ദേവിനെ മൂടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് അത് പൂജ കഴിഞ്ഞ് തുറന്നിട്ട് 10 ദിവസം ഈ പ്രാവശ്യം വെച്ചു, അല്ലെങ്കിൽ 9 ദിവസം വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെ ഒഴുക്കിക്കളയും വെള്ളത്തിൽ. ഞാൻ വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നതൊക്കെ നേരത്തെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇവർ തന്നെയാണ് കേട്ടോ പൂജ മന്ത്രമൊക്കെ ജപിക്കുന്നത്. പ്രത്യേകിച്ച് പൂജാരിയൊന്നും ഇല്ല. ഇവിടെ തന്നെ ഉള്ള ബ്രാഹ്മിൺസ് അങ്ങനെയുള്ളവരൊക്കെയാണ്. ഡാൻഡിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കാണിക്കാറുമുണ്ടായിരുന്നു. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ദേവിയുടെ മുന്നിൽ ഓടിപ്പോയി ഇങ്ങനെ തുടങ്ങി ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ തുടങ്ങും. 12 മണി വരെ, ഒരു 8 മണിയൊക്കെ തന്നെ ആകുമ്പോൾ പിള്ളേരൊക്കെ വന്ന് കളിക്കാൻ തുടങ്ങും. എന്നിട്ട് നല്ല രസമാട്ടോ. കുറച്ചൊക്കെ കാണും. എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഡ്രസ്സൊന്നും ചെയ്ത് പോകാൻ പോയില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ മാത്രമൊന്നുമല്ല, അതേ ആണുങ്ങളുടെ കണ്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വായോ എന്ന് എല്ലാ ദിവസവും ഓരോരുത്തർ വന്ന് പറയും. പക്ഷെ എനിക്ക് എന്തോ അവർ ഓരോ ദിവസം, ചില ദിവസം വടി വെച്ചിട്ടായിരിക്കും, ചില ദിവസം നമ്മുടെ ദിയ ഉണ്ടല്ലോ ദീപം വെച്ചിട്ടായിരിക്കും, ഡ്രസ്സുകളും കണ്ണാടി വെച്ചിട്ട് കുട പിടിച്ചിട്ട് പാട്ടുകളും നല്ല രസമായിട്ടോ. ഗുജറാത്തീസിൻ്റെ ആണത് ശരിക്കും. ഹരിയാൻവീസിന് ഇങ്ങനെ ഡാൻഡിയും ഗർഭയൊന്നും ഇല്ല. അത് നമ്മുടെ മെയ്ഡിനോട് ചോദിച്ചു, അവരങ്ങനെ ഒന്നുമില്ല. പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഗുജറാത്തീസാണ് ഈ സംഭവം എല്ലാം മേൽനോട്ടം വഹിച്ചിട്ട്. കാരണം അവർക്കാണല്ലോ, അവരുടെ അങ്ങോട്ടാണ് ഇത് കൂടുതൽ. പിന്നെ ബംഗാളീസിനും ഭയങ്കര വിശേഷമായി നമ്മുടെ നവരാത്രി എന്ന് പറയുന്നത്. അവർക്ക് ഭയങ്കര, അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്ന് പറയും, ഭയങ്കര വിശേഷമാണ്. സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു വൈബ് തന്നെ ഈ നവരാത്രി ഇവിടെ തുടങ്ങിയാൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ കർവാചൗത്ത്, ദീപാവലി, പിന്നെ അങ്ങോട്ട് ഹോളി വരെ നല്ലൊരു വൈബാണ്. നമ്മുടെ തണുപ്പ് തുടങ്ങും. ഇവിടെ നല്ലൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു ദസറയുടെ അന്ന്, രാവണനെ കത്തിക്കുന്നതിന് മുന്നേ. പക്ഷേ ഭാഗ്യം കൊണ്ട് രാവണൻ കത്തി. ഞങ്ങൾ വെച്ച് കത്തിക്കത്തില്ലായിരിക്കുന്നു. രാഖി ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് രാവണന് തല ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നു മഴ പെയ്തിട്ട്. അപ്പോൾ എന്തായാലും രാവണനൊക്കെ നന്നായിട്ട് കത്തി കിട്ടി. അപ്പോൾ ഇതൊക്കെ നല്ലൊരു സമയം തന്നെയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ വരാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സമയം തൊട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. വലിയ തണുപ്പൊന്നും സ്റ്റാർട്ട് ചെയ്യത്തുമില്ല. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ്. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. തണുപ്പൊക്കെ പാടുള്ളവർക്ക് പ്രശ്നം തന്നെയായിരിക്കും. ഈ സമയത്ത് നല്ലൊരു വൈബ് തന്നെയാട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.